നമസ്കാരം. രണ്ട് മുട്ടയെടുത്ത് ബുൾസൈ ഉണ്ടാക്കാമെന്ന വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടോ? എന്നാൽ ആസ്വദിച്ച് ഉടൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. കൊലകൊമ്പന്മാരെന്ന് നടിക്കുന്ന അമേരിക്കക്കാർ ഊണിലും ഉറക്കത്തിലും ആഗ്രഹിക്കുന്നതാണ് നിങ്ങളിപ്പോൾ എത്ര എളുപ്പത്തിൽ സാധിക്കുന്നത്. കേവലം കോഴിമുട്ടയുടെ പേരിൽ നിലം തൊടാതെ ഓടുകയാണ് അമേരിക്കൻ പൗരന്മാരും ഭരണകൂടവും ഇപ്പോൾ. ആയുധക്കടത്ത്, സ്വർണ്ണക്കടത്ത് എന്നതുപോലെ മുട്ടക്കള്ളക്കടത്ത് രാജ്യത്ത് വ്യാപകമായിരിക്കുകയാണ്. ഒട്ടേറെ മുട്ടക്കള്ളന്മാരും വലയിലായി കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഈ കോഴിമുട്ടയെ പറ്റി ചുറ്റിപ്പറ്റി സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. കോഴിമുട്ട വില വർധനയിൽ വലയുകയാണ് അമേരിക്കൻ ജനത. അടുത്തെങ്ങും കേട്ടുകേൾവിയില്ലാത്ത വിധമാണ് മുട്ടവില വർദ്ധിക്കുന്നത്. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുട്ടവിലയെക്കുറിച്ചും സംസാരിച്ചിരുന്നു. ബൈഡനാണ് മുട്ടവില വർദ്ധിക്കാൻ കാരണമെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. വീട്ടാവശ്യങ്ങൾക്കുള്ള മുട്ട വാങ്ങാൻ പോലും പലരുടെ കയ്യിലും പണം തികയാത്ത അവസ്ഥയാണുള്ളത്. പ്രോട്ടീൻ ഏറ്റവും അധികമുള്ള വസ്തു എന്ന നിലയിൽ അമേരിക്കക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ മുട്ട. അതായത് ബേക്കിംഗ് മുതൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അമേരിക്കൻ ജനതയുടെ പ്രധാന ഭക്ഷ്യവസ്തു. അതിനാൽ മുട്ടവില വർധന റെസ്റ്റോറന്റുകളിലെ ഭക്ഷണത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി ഉണ്ടായ പക്ഷിപ്പനിയാണ് മുട്ടയുടെയും കോഴിയിറച്ചിയുടെയും ഉൽപാദനത്തെ താറുമാറാക്കിയത്. അതേസമയം ട്രംപ് അധികാരം ഏറ്റെടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോൾ മുട്ടവില 59% വർദ്ധിച്ചത്. കൂടാതെ സ്ഥിതി ഇവിടെ നിൽക്കില്ലെന്നും ഈ വർഷം മുട്ടയ്ക്ക് 41% വരെ വില വർധനവിരുത് കാരണമായേക്കാമെന്നുമാണ് ഇപ്പോഴത്തെ പ്രവചനം. ഒരു ഡസൻ മുട്ടയ്ക്ക് എക്കാലത്തെയും ഉയർന്ന നിരക്കായ $8.41 ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ പ്രതിസന്ധി തരണം ചെയ്യാനായി മറ്റു രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് അമേരിക്ക. US അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ മുട്ടയ്ക്കായി സമീപിച്ചത്. ഫിൻലാൻഡ്, സ്വീഡൻ, നെതർലാൻഡ്, ലിത്വാന, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളുടെ വാതിലുകളിലാണ് അമേരിക്ക ഇപ്പോൾ മുട്ടിയത്. എന്നാൽ അമേരിക്കയുടെ അഭ്യർത്ഥന ഫിൻലാൻഡ് നിരസിച്ചിരിക്കുകയാണ്. തങ്ങൾ കയറ്റിയിറക്കുന്ന മുട്ടയ്ക്ക് വിപണി ലഭിക്കുന്നത് സംബന്ധിച്ച് യാതൊരു ചർച്ചകളും ഉണ്ടായിരുന്നില്ലെന്ന് കാണിച്ചാണ് ഫിൻലാൻഡ് കയറ്റുമതി നിഷേധിച്ചത്. ഫിൻലാൻഡിന് നിലവിൽ US മുട്ട കയറ്റുമതി ചെയ്യാൻ ആവശ്യമായ അനുമതിയില്ല. അത് നേടിയെടുക്കാൻ വലിയ അധ്വാനം വേണ്ടി വരുമെന്നതുകൂടെ US ആവശ്യം നിഷേധിക്കാനുള്ള കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ഡെൻമാർക്ക് ആകട്ടെ കിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിലുമാണ്. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിൽക്കാൻ ഡെൻമാർക്ക് വിസമ്മതിച്ചതിന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മുട്ട ചോദിച്ചുള്ള അമേരിക്കയുടെ ഈ സഹായ അഭ്യർത്ഥന. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിമാൻഡ് ഇട്ടതിനു ശേഷമേ മുട്ട കാര്യത്തിൽ ഡെൻമാർക്ക് എന്തായാലും തീരുമാനമെടുക്കൂ. എന്തായാലും മുട്ട കാര്യത്തിൽ ട്രംപ് ഉടനടി എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുന്നില്ലെങ്കിൽ ഭരണനിർവഹണത്തിൽ ജനം ട്രംപിന് മുട്ടമാർക്ക് തന്നെ നൽകുമെന്നതിൽ സംശയമില്ല. അതേസമയം വലിയ രാജ്യമാണ്, തോക്കും റോക്കറ്റും ഡോളറും ഒക്കെയുണ്ട്, പക്ഷേ മുട്ടയ്ക്ക് വേണ്ടി അലയുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം.